ഇവിടെ എത്തിയപ്പോഴത്തേക്കും വീണ്ടും അതുപോലത്തെ ഒരു സംഭവം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വാട്ടർ ഫ്ലോയും കൂടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അതിപ്പോൾ ഓണായിട്ടില്ല. അതുകൊണ്ട് മെഷീനൊക്കെ ഉണ്ട്. അങ്ങനെ വെള്ളം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പമ്പിങ് സിസ്റ്റം ഉണ്ട്. സയൻസ് സിറ്റിയുടെ നേരെ ഫ്രണ്ടിലായിട്ട് ഇവിടെ തന്നെയാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. സയൻസ് സിറ്റിയുടെ എൻട്രി ടിക്കറ്റ് 70 രൂപയാണ്. ടിക്കറ്റ് ഇവിടെ വന്ന് നമുക്ക് മേടിക്കാവുന്നതാണ്. അതിന് പുറമെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം പറയാം. ഇതെല്ലാം ടിക്കറ്റ് കൗണ്ടേഴ്സാണ്. പിന്നെ ഹെൽപ്പിംഗ് സെൻറ്റർ, സപ്പോർട്ട് ചെയ്തതിനുള്ള സെൻറ്റർ ഉണ്ട് ഇവിടെ. റോപ്പയുടെ ലൈൻ ഇങ്ങനെ മുകളിൽ കൂടെ പോകുന്നതാണ്. രാവിലെ ആയതുകൊണ്ട് തിരക്കായിട്ടില്ല. നമ്മുടെ ടിക്കറ്റ് കൗണ്ടേഴ്സും ആക്ടിവിറ്റിയെക്കുറിച്ചുള്ള കാര്യങ്ങളും ഇവിടെ ഉണ്ട്. എൻ്റെ ടിക്കറ്റ് 70 രൂപയാണ്. ഇവിടെ ഇരിക്കാനൊക്കെയുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അകത്ത് അക്വേറിയം ഉണ്ട്, സ്പേസ് എക്സിബിഷൻ സെൻറ്റർ ഉണ്ട്, സയൻസ് പാർക്ക്, പിന്നെ റിഫ്ലക്ഷൻസ്, മെരിടൈം സെൻറ്റർ, പിന്നെ സയൻസ് പാർക്ക്, സ്പേസ് എക്സിബിഷൻ, ഇതെല്ലാം ഉണ്ട്. പിന്നെ ഇതെല്ലാം ഇതിനകത്തുള്ള ആക്ടിവിറ്റീസാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് 2-2.5 മണിക്കൂറോളം കാണാനുണ്ടെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അതിൻ്റെ ടിക്കറ്റ് ചാർജ് റോപ്പ് വേക്ക് 75 രൂപയാണ്. പിന്നെ സയൻസ് ഓൺ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു TV 3D തിയേറ്റർ ഉണ്ട് ഇതിനകത്ത്. അതിന് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് 70 രൂപയ്ക്ക് പുറമേ നമ്മൾ എടുക്കണം. പിന്നെ ഒരു പനോരമ ഷോ ഉണ്ട്, അത് 60 രൂപയാണ് ടിക്കറ്റ്. പിന്നെ ഇവല്യൂഷൻ ഓഫ് ലൈഫ്, ഡൈനോസർ പാർക്കാണെന്നാണ് തോന്നുന്നത്, ഇവിടെ കാണാൻ. അതിന് 50 രൂപയാണ് ടിക്കറ്റ് ഉള്ളത്. പിന്നെ ടൈം മെഷീനുണ്ട്. ഇതാണ് ടൈം മെഷീൻ. ഇതിനകത്ത് ടൈം മെഷീനെ കാണാൻ പറ്റുന്നവർ, അതിന് 50 രൂപ ടിക്കറ്റ്. പിന്നെ വന്ദേ ഭാരത് ടോയ് ട്രെയിനുണ്ട്, വന്ദേ ഭാരത് ട്രെയിൻ റൈഡുണ്ട്, അതിന് 25 രൂപ ടിക്കറ്റ് വരുന്നത്. പിന്നെ ഒരു 3D തിയേറ്റർ ഉണ്ട്, 120 രൂപ ടിക്കറ്റാണ്. 3D തിയേറ്റർ 120 രൂപയുടെ 30 രൂപയുടെ ഉണ്ട്. സ്പേസ് തിയേറ്ററിന് 120 രൂപയും 3D തിയേറ്ററിന് 30 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ ഇതാണ് പിക്നിക് ഗാർഡൻ, അങ്ങനെയുള്ള പല കാറ്റഗറീസും വരുന്ന ടിക്കറ്റ്. അതിൽ ഇൻഡിവിജ്വൽ വിസിറ്റേഴ്സിനും ഗ്രൂപ്പ് വിസിറ്റേഴ്സിനും റേറ്റൊക്കെ വ്യത്യാസമുണ്ട്. സമയം 10 മണി മുതൽ 4:30 വരെയാണ് കൽക്കട്ട സയൻസ് സിറ്റിയുടെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത്. മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ അണ്ടറിലാണ് സയൻസ് സിറ്റി വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തേക്ക് പോകുന്ന സമയത്ത് ബ്രീഫായിട്ട് നിങ്ങൾക്കുള്ളൊരു ഡിസ്ക്രിപ്ഷൻ, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് സയൻസ് സിറ്റിയിൽ നമുക്ക് കിട്ടുന്നതെന്നുള്ള കാര്യം ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്കൊരു 2-3 മണിക്കൂർ പല ഡിഫറൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് സയൻസ് സിറ്റി. ഇതാണ് കൽക്കട്ട സയൻസ് സിറ്റിയിലെ ആക്ടിവിറ്റീസിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ്റെ വീഡിയോ ആണ് നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങളിവിടെ എവിടെയൊക്കെ ഏതാണ്ട് ബോർഡുകൾ വെച്ചിട്ടുണ്ട്, എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണുള്ളതിൻ്റെ ബോർഡുകൾ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. സെൽഫ് സർവീസ് ടിക്കറ്റ് കൗണ്ടറുണ്ട് ഇവിടെ. ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല ടിക്കറ്റ് കൗണ്ടേഴ്സ്. 10 മണിക്ക് ഓപ്പൺ ആവും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി. വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സയൻസ് സിറ്റിയുടെ എൻട്രി പോയിന്റിൽ നമ്മൾ എത്തുന്നു. ഇവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്, നോക്കാം ഈ ഏരിയയിൽ എങ്ങനെയാണെന്ന് നോക്കാം. ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ വൈൻഡിങ് മെഷീൻ ഉണ്ട്, അത് പക്ഷേ വർക്ക് ചെയ്യുന്നില്ല. സോ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാണ്. എക്സ്ക്യൂസ് മീ, 70 രൂപയാണ് ടിക്കറ്റ്. നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് കോംബോ ടിക്കറ്റ് ഉണ്ടെന്ന് പറയുന്നത് 330 രൂപയുടെ എല്ലാം കൂടെ വരുന്നത്. പക്ഷേ അതിന് സമയം എടുക്കുമെന്ന് പറയുന്നത്. എന്തായാലും പോയി നോക്കാം. എന്താ ഇവിടെയാണ് ഇതിൻ്റെ എൻട്രി പോയിന്റ്. എന്താ എൻട്രി പോയിന്റിൽ നമ്മുടെ ഈ സ്കാനറിൽ വെച്ച് സ്കാൻ ചെയ്യാണ്. നമ്മളത് അകത്തേക്ക് കയറി. ഇതാണ് സയൻസ് സിറ്റിയുടെ എൻട്രി പോയിന്റ്. നമുക്ക് എങ്ങോട്ട് പോകാൻ നോക്കാം. കിടക്കുന്നതാണ് ട്രെയിൻ സിറ്റിയിലെ വന്ദേ ഭാരത് ട്രെയിൻ. അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണിത്, വന്ദേ ഭാരത് ട്രെയിനിൻ്റെ.
എന്നാണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു അറിയത്തില്ല. വന്ദേ ഭാരത് ട്രെയിനാണ്, ഇതിൻ്റെ മോഡലാണ് കാണുന്നത്. അതേ മോഡലിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ട്രെയിന്. എഞ്ചിനൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. സ്റ്റേഷൻ ടാഗോർ പാർക്ക് സ്റ്റേഷൻ എന്ന സ്റ്റേഷനാണ് വന്ദേ ഭാരത് ട്രെയിനിൻ്റെ സ്റ്റേഷൻ. ഇതാണ് ട്രെയിനിൻ്റെ കാഴ്ച. ടിക്കറ്റ് കൗണ്ടർ 25 rupees ടിക്കറ്റ് കൗണ്ടർ. അത് ഓപ്പൺ ആയിട്ടില്ല. 10 AM to 1 PM എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ റോഡ് ട്രെയിൻ ഓപ്പൺ ആയിട്ടില്ല ടിക്കറ്റ്. ഫസ്റ്റ് എയ്ഡ് സെൻ്റർ ഉണ്ട്. ഫസ്റ്റ് എയ്ഡിൻ്റെ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സയൻസ് പാർക്ക് ഫുഡ് കോർട്ടൊക്കെ ഇങ്ങോട്ടാണ്. നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. എന്താ റോപ്പ് ഇങ്ങനെ മുകളിൽ കൂടെ പോകുന്നുണ്ട്. സോ നമുക്ക് ഈ സൈഡിൽ മിസൈൽ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് മിസൈൽ പാർക്ക് ഒന്ന് കണ്ടിട്ട് വരാം. ഇങ്ങോട്ട് പോവാണ് മിസൈൽ പാർക്കിൻ്റെ ഏരിയയിലേക്ക്. റോപ്പേ മുകളിൽ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. മിസൈൽ പാർക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ കലാം സാറിൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആകാശ് മിസൈൽ പാർക്കാണിത്. കലാം സാറിൻ്റെ ഫോട്ടോ ഉണ്ട്. ഇപ്പുറത്തേക്ക് കുറേ ബേർഡ്സിനെയൊക്കെ, പ്രാവ് ഇങ്ങനെയുള്ള സംഭവങ്ങളെയൊക്കെ ഒരു കൂട്ടിനകത്താക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സൈഡിൽ മിസൈൽ പാർക്കിലെ കാഴ്ചയാണിത്. ബാക്കിൽ എഴുതിയിട്ടുണ്ട് മിസൈൽ പാർക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ടൊരു ഫുഡ് കോർട്ടുണ്ട്. ഇതാണ് ഫുഡ് കോർട്ടിൻ്റെ വ്യൂ. ഫുഡ് കോർട്ടിൻ്റെ വ്യൂ ആണിത്. നമ്മൾ തണ്ടകത്തേക്ക് പോകുന്നു. ഫുഡ് കോർട്ടിൻ്റെ കാഴ്ചയാണിത്. ലൈവ് കിച്ചൺ ഫുഡ് കോർട്ടുണ്ട്. വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഈ സൈഡിൽ നമ്മളിതാണ്ട് ഇങ്ങോട്ട് സയൻസ് എക്സ്പ്ലോറേഷൻ ഹാൾ എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് പോവാണ്. അത് ഓപ്പൺ ആയെന്ന് അറിയത്തില്ല. ഇതാണ് സയൻസ് എക്സ്പ്ലോറേഷൻ ഹാള്. സയൻസ് എക്സ്പ്ലോറേഷൻ ഹാളാണിത്. ഇവിടെ ഏതാണ്ട് ഒരു മുതലയുടെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എക്സ്പ്ലോറിങ് വി ആർ വെയിറ്റിംഗ് ഫോർ യു ടു സയൻസ് എക്സ്പ്ലോറേഷൻ ഹാൾ എന്ന ബോർഡ് വെച്ചിട്ടുണ്ട്. ഇരിക്കാനുള്ള ബെഞ്ചും ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യാം. എന്താ ഒരുപാട് കുട്ടികളും ഫാമിലിയൊക്കെ സൺഡേ അല്ലേ ഇവിടേക്ക് വന്നിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഡൈനോസർ തന്നെ ഉണ്ട്. ഡാർക്ക് റൈഡ് അങ്ങനെ എന്തൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ ആ ഏരിയയിലുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഇങ്ങനെ ചിൽഡ്രൻസ് പാർക്ക് ഒരെണ്ണമുണ്ട്. നല്ല മനോഹരമായിട്ട് ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ച് അതിന് അകത്ത് തന്നെ പാർക്കാണ്. നല്ല മനോഹരമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ചിൽഡ്രൻസ് പാർക്ക്. സോ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഏരിയ കൂടെ നടക്കുകയാണ്. കുറേ എന്താ പറയുന്നത്, കുട്ടികളുടെ കളിക്കാനുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഈ ഗ്രീൻ ആയിട്ടുള്ള ഇത് വെച്ച് ഫെൻസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. അത് നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. റേഡുകളും സംഭവങ്ങളും ഒക്കെ ഫെൻസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു എന്താ പറയുന്നത് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വലിയൊരു മണി ഇതെവിടെ കെട്ടി തൂക്കിയിട്ടുണ്ട്. വലിയൊരു മണിയുണ്ട്. ബെല്ല് അതിൻ്റെ രൂപമുണ്ട്. സയൻസ് പാർക്ക് ആസാദി കാ അമൃത മഹോത്സവ് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് ഇതവിടെ വെച്ചിട്ടുണ്ട്. വേൾഡ് ക്ലോക്ക് വർക്ക് ചെയ്യുന്ന അറിയത്തില്ല. വേൾഡ് ക്ലോക്ക് ഇതെവിടെയുണ്ട്. വേൾഡ് ക്ലോക്ക് സയൻസ് സിറ്റി കൽക്കട്ടയിലെ പല പല തരത്തിലുള്ള ആക്ടിവിറ്റീസ് സോണാണ്. ഇതിനകത്ത് ഒരുപാട് ഗെയിം സോണുകളുണ്ട്. അതുപോലെ തന്നെ ആൾക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. നല്ല ഗ്രീനായിട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ സൂപ്പറായിട്ടുണ്ട് കാണാൻ വേണ്ടി. ഇവിടെ എന്താ പറയുന്നത് ടൈം മെഷീന്, അതുപോലെ തന്നെ ഫുൾ ഡോം തിയേറ്റർ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇതിനകത്തുണ്ടെന്ന് പറയുന്നുണ്ട്. 3D തിയേറ്റർ, ഡോം തിയേറ്റർ ഇതൊക്കെ ഇതിനകത്തുണ്ട്. നോക്കാം. അടുത്ത ഷോ എന്ന് പറയുന്നത് 11 മണിക്ക് ആണ് 3D തിയേറ്ററിൻ്റെ ഷോ. നോക്കട്ടെ 11 മണിക്ക്.
നമ്മൾ തന്നെ നേരെ കാണുന്ന സയൻസ് എക്സ്പ്ലോറേഷൻ ഹാൾ എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് നടക്കുകയാണ്. ഇവിടെ നല്ല രസമുണ്ട്, ലോണെല്ലാം വെച്ച് പിടിപ്പിച്ച് നല്ല മനോഹരമായിട്ടുള്ളൊരു വാക്കിംഗ് ഏരിയ ആണിത്. എന്താണ് ഇവിടെ നല്ല കാഴ്ച എന്ന് പറയുന്നത്. ഹാളിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കാം എന്താണൊക്കെയാണെന്ന്. സയൻസ് സിറ്റിയിലെ ഈ ഇതിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് ഈ ഗാർഡൻ്റെ ഇടയ്ക്ക് റോപ്പ് വേ ഇങ്ങനെ പോകുന്നത് കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ റോപ്പ് വേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ എൻട്രി പോയിന്റ് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ടും തിരിച്ചും പോകുന്ന റോപ്പ് വേ കാണാവുന്നതാണ്. ഗാർഡൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് ഈ ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ച് എൻ്റെ മുകളിൽ കൂടെ പോവുകയാണ്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണിത്.